അസ്സലാമു അലൈക്കും. നമുക്ക് ഇവിടെ ഏകദേശം 2 ആഴ്ചത്തേക്കാണ് യുദ്ധം സ്റ്റോപ്പാക്കിയിട്ടുള്ളത്, യുദ്ധം നിർത്തി വെച്ചിട്ടുള്ളത്. ആ 2 ആഴ്ചയിൽ എനിക്ക് തോന്നുന്നു ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരാഴ്ച കൂടി യുദ്ധത്തിന്റെ ഇത് ബാക്കിയുള്ളൂ. ഓക്കെ, അപ്പൊ എന്തിനാണ് യുദ്ധം തുടങ്ങിയത് എന്നുള്ളത് പലർക്കും ഇപ്പോൾ ചെയ്യാത്ത ആൾക്കാരാണ്. ഞാൻ ജസ്റ്റ് ഒരു പെട്ടെന്ന് രീതിയിൽ പറഞ്ഞത്. അതായത് ഇപ്പൊ ഞാൻ ഇസ്ലാമാബാദിൽ നടന്ന ചർച്ച ഉണ്ടല്ലോ, ചർച്ച സ്റ്റോപ്പ് ആകാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ അമേരിക്ക പറഞ്ഞു നിങ്ങൾ അണുബോംബ് ഉണ്ടാക്കൽ എന്താക്കണം, ഏകദേശം 20 വർഷത്തേക്ക് നിങ്ങൾ നിർത്തി വെക്കണം എന്ന് പറഞ്ഞു. ഇറാൻ പറഞ്ഞു നമ്മളിത് അണുബോംബ് നിർത്തി വെക്കൂല, നമ്മൾ ഇതെന്താ തുടർന്നും അവർ അവസാന ഘട്ടത്തിലാണ്. ഏകദേശം ഇറാന്റെ അണുബോംബ് അവസാന ഘട്ടത്തിലാണ്, നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. അപ്പോൾ എന്താണ് ഈ അതായത് ഇറാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇറാൻ ഈ 2 ആഴ്ചത്തേക്ക് നിർത്താനുള്ള കാരണം ഏകദേശം 10 നിബന്ധനകൾ ഏകദേശം ഇവർ പറഞ്ഞിട്ടുണ്ട്, ഇറാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ മെയിനായിട്ടുള്ള കാരണം ഇത് തന്നെയാണ്. അതായത് അണുബോംബ് എന്താക്കണം, നമുക്ക് നിർമ്മാണത്തിനുള്ള എല്ലാ ഇതും നമുക്ക് ഇതാക്കി തരണം. പിന്നെ ഇറാനിൽ ഏകദേശം 100 വർഷങ്ങളായി അമേരിക്ക നടത്തുന്ന അതായത് ഉപരോധം അതെന്താക്കണം, നമുക്ക് പൂർണ്ണമായിട്ട് നിർത്തി തരണം എന്നുള്ള പറഞ്ഞു. പിന്നെ ഓൾമോസ്റ്റ് അവരെ ഇതാക്കി കൊടുക്കണം. പിന്നെ നമുക്ക് അറിയുന്നതാണ് GCC കൺട്രി രാജ്യങ്ങളിലുള്ള എല്ലാ ബേസും അമേരിക്കൻ എല്ലാ ബേസും ഇവിടുന്ന് പൂർണ്ണമായിട്ടും എടുത്തു മാറ്റണം എന്നുള്ള ബേസിക്കലി പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ഇപ്പോൾ ഈ അണുബോംബിന്റെ ഇത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അണുബോംബിന്റെ ഇത് അത്രത്തോളം കഠിനാണ്. നമുക്കറിയാം അണുബോംബ് ആദ്യമായിട്ട് അണുബോംബ് ഇടാൻ മടിക്കാൻ അമേരിക്ക, കാരണം അമേരിക്ക ഇപ്പോൾ എല്ലാ രാജ്യങ്ങളും മുന്നിലും താന്നിട്ടാണല്ലോ. അതായത് ഇപ്പോൾ ഉപരോധം ഇപ്പോൾ ഈ ഓർമോസിൽ തന്നെ ഇപ്പോൾ ഇന്നലെ കൂടി ഉപരോധം ഏർപ്പെടുത്തിയിട്ട് ഇന്ന് ചൈനയുടെ 1-2 കപ്പലുകൾ അതിലൂടെ പോയിട്ടുണ്ട്. അപ്പോൾ അമേരിക്ക അത്രത്തോളം എല്ലാ രാജ്യങ്ങളും മുന്നിലും ഇപ്പോൾ ഡൗൺ ആയിട്ടാണുള്ളത്. നമുക്കറിയാം 1945 അതായത് 2ാം ലോക മഹായുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിൽ പിന്നെ അമേരിക്ക എന്താക്കിയിട്ടുണ്ട്, അണുബോംബ് ഉപയോഗിച്ചിട്ടുണ്ട്, അണുബോംബ് പ്രവർത്തിച്ചിട്ടുണ്ട്. നമുക്കറിയാം ജപ്പാനിലെ ഹിരോഷിമ നാഗസാക്കിയിൽ എന്താക്കിയിട്ടുണ്ട്, അമേരിക്ക അണുബോംബ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അണുബോംബ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ആ ഒരു ഇട്ടതിന്റെ ആ ഒരു ഇത് ഇന്നും ആ ഒരു രാജ്യത്തിന് ഇത് തീർന്നിട്ടില്ല എന്നാണ് പറയുന്നത്. ഏകദേശം ഓക്കെ, എന്നാലും അതിന്റെ രോഗങ്ങളും പല രീതിയിലും ഇപ്പോഴും മുന്നോട്ടേക്ക് ആ ഒരു രാജ്യത്തിന്റെ ഇത് ഇപ്പോഴും മാറിയിട്ടില്ല. അപ്പൊ അത്രത്തോളം കഠിനാണ് അതിന്റെ ഇത്. അതായത് അത് വന്ന് വീഴുന്നതോടുകൂടി ആ ഒരു ഏരിയ മൊത്തത്തിൽ അങ്ങ് എന്താവും, നശിച്ചു. പിന്നെ ചൂട് എന്ന് പറഞ്ഞാൽ സൂര്യനേക്കാൾ ചൂട് ആ ഒരു ഭാഗത്തേക്ക് അങ്ങനെ ഏർപ്പെടും. പിന്നെ ബിൽഡിങ്ങുകൾ ഇതെല്ലാം മിനിറ്റുകൾ കൊണ്ട് എന്താവും പൊട്ടിച്ചതറും. അതായത് ഒരു ഭൂകമ്പം എങ്ങനെയാണ് ഉണ്ടായത്, അതായത് ഒരു ഭൂമികൾക്ക് എങ്ങനെയാണ് ഉണ്ടായത്, അതുപോലെ വന്ന് വീണാൽ ഉണ്ടാവും. പിന്നെ എന്താണ് ഭാവിയിലും പല രാജ്യങ്ങൾക്ക് ഇപ്പോൾ ഒരു രാജ്യത്ത് വന്ന് വീണിട്ട് ഭാവിയിൽ അവിടെ തലമുറ ചിലപ്പോൾ രോഗങ്ങളോടുകൂടി പിന്നെ ആളുകളെ കാണേണ്ട കൂടുതൽ അവസ്ഥയൊക്കെ വരും. ഇപ്പോൾ ജപ്പാൻ ഇപ്പോൾ ഈ ഒരു രീതിയിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അത്രത്തോളം അവിടുത്തെ സിസ്റ്റം അത്രത്തോളം കെയറിംഗ് ആയതുകൊണ്ടാണ്. മറ്റുള്ളേതെങ്കിലും ലോയിലുള്ള രാജ്യങ്ങളാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പോൾ പറയണ്ട. ഓക്കെ, അപ്പൊ അതിന് പേടിക്കാനുള്ള കാരണം ഇത് തന്നെയാണ്. അതായത് അണുബോംബിന്റെ ഒരു രീതിയിലാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇൻഷാ അല്ലാഹ് 2 ആഴ്ചയാണ്, 1 ആഴ്ച കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ദുആ ചെയ്യാൻ ഇൻഷാ അല്ലാഹ്.